ശ്രീ കോയ സാഹിബ്, ഇങ്ങനെ ഒരു സംഘടന പുരുഷന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി രൂപീകരിക്കാൻ താങ്കൾക്കുണ്ടായ ആ ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം എന്താണ്? അത് ഇതേമാതിരി അനുഭവങ്ങൾ തന്നെ, നമ്മുടെ സ്വന്തം അനുഭവങ്ങൾ തന്നെ. ഇപ്പം നമ്മുടെ കുടുംബത്തെ സ്ഥിതി നമുക്കറിയാലോ. അങ്ങനെ ആണുങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവണ പല കുടുംബങ്ങളും ഉണ്ട്. അതിപ്പോൾ ഈ സഭയിലിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ പലർക്കും അങ്ങനെ അനുഭവം ഉണ്ട്. ഞാൻ പേരൊന്നും എടുത്ത് പറയാനില്ല. പ്യാരി അഭിഭാഷകൻ ശ്രീ സുഗതൻ അഞ്ചരക്കണ്ടി, താങ്കൾ എങ്ങനെ ഈ വിഷയം വിലയിരുത്തി കാണുന്നു? അസൂയാണിത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അസൂയ എന്നാണ് ഇതിനെ പറയാനുള്ളത്. ഇയാൾക്കാണോ? അല്ല, പൊതുവെ ആണുങ്ങൾക്ക് മൊത്തത്തിൽ ഇപ്പം അസൂയാണ്. 1947 സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ സ്ത്രീകൾക്ക് എന്താണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ? ഇന്ന് നമ്മൾ 50-50 ആണ്. 50% സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവസ്ഥ വന്ന സ്ഥിതിക്ക് പ്രതികരിക്കാനുള്ള ശേഷി സ്ത്രീകൾക്ക് കൂടി. ഇപ്പൊ നമ്മുടെ സുഗതൻ സാറ് പറയുന്നു ഇത് പുരുഷന്മാർക്ക് അസൂയയാണ്, ഇത് 50% അത് അവർക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. സർക്കാർ ആ ജാതി അഭിപ്രായമൊന്നുമില്ല. ഇപ്പൊ മൂപ്പര് പറഞ്ഞ് ഈ 50-50 ഒക്കെ നമ്മൾ ബിസ്ക്കറ്റ് കമ്പനിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു ബസ്സിൽ കയറിയ മുൻഗണന ആർക്കാണ്? സ്ത്രീകൾക്കാണ്. ഓരോ സീറ്റിൽ ഒരു ആണുങ്ങൾ കയറി ഇറങ്ങാൻ ഇങ്ങോട്ട് ഒരു ആണിന്റെ സീറ്റിൽ പെണ്ണ് ഇരുന്ന് കഴിഞ്ഞാൽ പിടിച്ച് മാറ്റുന്നില്ലല്ലോ. ഒരു ടിക്കറ്റിന് സ്പെഷ്യൽ ക്യൂ ഉണ്ട്. എവിടെ ചെന്നാലും സ്ത്രീകൾക്കുണ്ട് ഒരു പരിഗണന. എന്തായാലും നമുക്ക് അടുത്തത് ഈ കേസിന് ആസ്പദമായ ഇരയിലേക്ക് വരികയാണ്. സത്യശീലൻ, എന്താണ് താങ്കൾക്കുണ്ടായ ആ ദുരനുഭവം? ഇപ്പൊ തന്നെ ഇതിൽ തന്നെ ഒരു സത്യം മനസ്സിലായോ? സത്യശീലൻ പറയട്ടെ. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ തന്നെ പറഞ്ഞു ഇര എന്ന്. ഒരു സ്ത്രീയാണ് ഇര എങ്കിൽ അതിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പുരുഷനായതുകൊണ്ട് ഇര എന്നും പറയാം, എന്നിട്ട് സത്യശീലൻ എന്നും പറയാം. കാരണം അവർക്കൊന്നും സംഭവിക്കില്ല, സ്ത്രീകൾക്ക് സംഭവിക്കും. അതുകൊണ്ടാണല്ലോ നിങ്ങൾ തന്നെ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കണം. ഇവിടെ ഇപ്പൊ ഇരയുടെ കാര്യം പറഞ്ഞിട്ടുള്ള തർക്കമാണോ അതോ ഈ ചെങ്ങായുടെ കാര്യത്തിനൊരു തീരുമാനം? അദ്ദേഹത്തിന്റെ അഭിപ്രായം കേൾക്കാം. എന്താണ് താങ്കൾക്കുണ്ടായ ഒരു അനുഭവം? ഞാൻ ഇന്ന് വരെ ആരോടെങ്കിലും വേറൊരു രീതിയിൽ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലൊന്നും ഞാൻ ഇന്ന് വരെ പെരുമാറിയിട്ടില്ല. എത്ര വർഷമായിട്ട് ഓട്ടോ ഓടിക്കുന്നു? ഞാൻ കുറച്ച് വർഷമായിട്ട് ഒരു 10, 15, 20 വർഷമായി. ഇപ്പൊ സ്വന്തം ഓട്ടോറിക്ഷയാണോ? സ്വന്തം ഓട്ടോറിക്ഷയാണ്. ഞാൻ ഒരു സ്ഥലത്തേക്ക് ഓട്ടോ ഓടിയിട്ട് വണ്ടി തിരിച്ചു വരികയാണ്. ആ സമയത്താണ് ഇവർ രണ്ടുപേരും എൻ്റെ വണ്ടിയിൽ കയറിയത്. സാറേ, കയറിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കില്ല എവിടേക്കാ പോകേണ്ടത് ചോദിക്കും. അപ്പോൾ അവർ പറഞ്ഞു താൻ വണ്ടി വിടറോ എന്ന് പറഞ്ഞു. പിന്നെ ഒരു ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ രണ്ടുപേരും തമ്മിൽ തർക്കമായി. അപ്പോൾ ഒരാൾ പറഞ്ഞു സാറേ ഈ വഴിക്ക് പോകണമെന്ന്, മറ്റേ ആൾ പറഞ്ഞു മറ്റേ വഴിക്ക് പോകണമെന്ന്. അപ്പോൾ ഞാൻ വണ്ടിയൊക്കെ നിർത്തി. എന്നിട്ട് അവരോട് ഞാൻ ഇറങ്ങി ചോദിച്ചു എവിടേക്കാ പോകുന്നത് നിങ്ങൾ പറയുന്നല്ലേ ഞാൻ വണ്ടി എടുക്കണല്ലോ എന്ന് പറയും. അത് പറയാം താൻ ആരോടൊന്നും പറയണ്ട, എന്നെ പിടിച്ച് തള്ളി സാറേ. പിടിച്ച് തള്ളിയപ്പോൾ ഞാൻ ഒന്ന് തടുത്തു, അത്ര ഉണ്ടായിട്ടുള്ളൂ. വേറെ ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടെ എന്നെ പൊതിരെ തല്ലി. ഈ തല്ലുന്ന നാട്ടുകാർ മൊത്തം നോക്കിക്കൊണ്ട് നിൽക്കാണ് സാറേ. യാത്രക്കാരായ ഇവർക്ക് തന്നെ നിശ്ചയദാർഢ്യമില്ല ഇത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. അപ്പോൾ ഇദ്ദേഹത്തിന് തല്ലിയില്ലെങ്കിൽ അവർ തമ്മിൽ വലിയൊരു തല്ല് നടന്നേനെ. ഞങ്ങൾ ഇങ്ങനെ മനഃപൂർവ്വം ഇങ്ങനെ കരിവാരിത്തേക്കണം, നിങ്ങൾക്ക് വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരൂ, ഞങ്ങൾ മിണ്ടാതിരിക്കാം. മാഡം, ഇവിടെ ആർക്കും ആരെയും കരിവാരി തേക്കണ്ട. നമുക്ക് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരും, അത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ലക്ഷ്യം. ഇദ്ദേഹം സംസാരിച്ചപ്പോൾ ഇവിടെ ഓരോരുത്തരും സംസാരിച്ചപ്പോൾ ഞങ്ങൾ മിണ്ടാതിരുന്നില്ലേ? അപ്പൊ ഇനി ഞങ്ങൾക്ക് പറയാനുള്ള കൂടി നിങ്ങൾ കേൾക്കണ്ടേ? തീർച്ചയായിട്ടും. എന്താണ് മാഡം പറയും? ഈ മനുഷ്യൻ കയ്യ് മൊത്തുന്നു മാറ്റുന്നേ മറിമായം